3.5 പതിറ്റാണ്ട് മുമ്പ് രണ്ടുപേരെ കൊലപ്പെടുത്തിയെന്ന മലപ്പുറം വേങ്ങര സ്വദേശി മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തലിൽ പ്രതികരണവുമായി മുൻ SP N സുഭാഷ് ബാബു. 1989-ൽ വെള്ളയിൽ ബീച്ചിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊലപാതകമാണ് എന്ന് അന്ന് തന്നെ തോന്നിയിരുന്നു. കൊലപ്പെടുത്താൻ തന്നെ സഹായിച്ചെന്ന് മുഹമ്മദ് അലി പറഞ്ഞ കഞ്ചാവ് ബാബു എന്നയാൾ ബംഗ്ലാദേശ് കോളനിയിൽ ഉണ്ടായിരുന്നുവെന്നും അന്ന് നടക്കാവ് CI ആയിരുന്ന N സുഭാഷ് ബാബു 24-നോട് പറഞ്ഞു. ആ കേസ് ശരിയാണ്. പിന്നെ പ്രത്യേകിച്ച് ആ പറഞ്ഞത് അങ്ങനെ ഒരാളവിടെ ജോലി ചെയ്തിരുന്നു എന്നിപ്പം അവിടെ ആൾ പറയുന്നു. പിന്നെ അന്നത്തെ അവിടെ മരിച്ച ആളുടെ ഡെഡ് ബോഡി ദാസൻ എന്നുണ്ട് പറയുന്ന ഒരാൾ ഡെഡ് ബോഡി വാങ്ങാൻ അദ്ദേഹത്തിൻ്റെ സഹോദരൻ വന്നിരുന്നു എന്ന് അവിടെ രേഖയുണ്ട്. അപ്പം ഫയൽ കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഇത്രയും തെളിവിൻ്റെ സാഹചര്യത്തിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ ചിലപ്പം പാലക്കാട് വിടുകയെന്ന് പറഞ്ഞാൽ അന്വേഷിക്കാം, അത് കിട്ടിയെന്ന് വരും. പക്ഷേ ഇതിൽ ഈ ബാബുവിൽ നിന്ന് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ പിന്നെ പുതുതായിട്ട് ഇപ്പോൾ മാധ്യമങ്ങളിലൊക്കെ കുറേ വന്നല്ലോ, അപ്പോൾ ആരെങ്കിലും കാണാതെ പോയ ഒരു ആളുണ്ടായിരുന്നു, ആ ആളാരാണെന്നുള്ള രീതിയിൽ ആരെങ്കിലുമൊക്കെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞാൽ തുമ്പുണ്ടാകാൻ സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷേ എന്നാലും പോലീസിൻ്റെ ശ്രമത്തിൻ്റെ ആഴം കൂടെ അല്ലെങ്കിൽ വ്യാപ്തിയും കൂടെ ഇതിലൊരു പ്രധാന ഘടകമാണ്. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് ചേരുന്നുണ്ട്. നിഖിൽ, ഈ 10-35 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ 2 കൊലപാതകം നടത്തി എന്ന മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തൽ അത് പോലീസിനെ വല്ലാതെ ചുറ്റിക്കുന്നുണ്ട്. ആ കാലത്തെ ചില വിവരങ്ങൾ തേടുമ്പോൾ മുഹമ്മദ് അലി പറയുന്നത് സത്യമായിരിക്കാം എന്ന് തോന്നുന്ന തരത്തിലുള്ള ചില വിവരങ്ങളുണ്ടെങ്കിലും ഇത് ആ കൊലപാതകം നടത്തിയത് മുഹമ്മദ് അലിയാണ് എന്ന് സ്ഥിരീകരിക്കാവുന്ന തരത്തിലുള്ള യാതൊരു തെളിവുകളിലേക്കും ഈ ഘട്ടത്തിൽ പോലീസിന് എത്താൻ കഴിയില്ല. അത് വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമായതുകൊണ്ട് തന്നെ അതിൻ്റേതായ വെല്ലുവിളികൾ പോലീസിന് മുമ്പിലുണ്ട്. എങ്കിലും ഈ അക്കാലത്തെ അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് ചില രേഖകളിൽ നിന്നൊക്കെ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമമാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. അതിൽ എത്രത്തോളം പോലീസിന് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട് നിഖിൽ? വിജിത്ത്, ഏതാണ്ട് 3 പതിറ്റാണ്ട് മുൻപ് സംഭവിച്ച ഈ കേസിന് വളരെ പ്രധാനപ്പെട്ട ഒരു തുമ്പാണ് ഇപ്പോൾ ഈ മുൻ SP-യുടെ ഭാഗത്തു നിന്ന് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലിലൂടെ തന്നെ ഉണ്ടാവുന്നത്. കാരണം അദ്ദേഹം അന്ന് നടക്കാവ് CI ആയിരുന്ന ഘട്ടത്തിലാണ് ഈ കേസ് എന്ന് അദ്ദേഹം പ്രത്യേകം ഓർക്കുന്നു. അങ്ങനെ ഓർക്കാനുള്ള കാരണം ഇദ്ദേഹം ഈ നടക്കാവിൽ വളരെ ചുരുങ്ങിയ കാലമേ ജോലി ചെയ്തിട്ടുള്ളൂ. ആ കാലയളവിൽ ഒരു കൊലപാതക കേസും തെളിവില്ലാതെ അവസാനിപ്പിക്കേണ്ടി വന്നിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ കേസ് ഏതാണ്ട് 2 വർഷത്തോളം അന്വേഷിച്ചിട്ടും അതിന്മേൽ കാര്യമായ തെളിവുകൾ ലഭ്യമായിരുന്നില്ല. ഇതേ തുടർന്ന് താനാണ് ഇത് തെളിയാത്ത കേസ് എന്നുള്ള നിലയ്ക്ക് ഈ കേസ് അവസാനിപ്പിക്കുന്നത് താനാണ് അദ്ദേഹം കൃത്യമായി ഓർക്കുന്നു. എന്ന് മാത്രമല്ല, അന്നത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മണ്ണിൽ മുഖം ആഴ്ത്തിയാണ് കൊലപ്പെടുത്തിയത്, ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതെന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. അത് താൻ വായിച്ചതായും താൻ ഓർക്കുന്നു. ഈ സാഹചര്യ തെളിവുകളും അന്നത്തെ ഇപ്പോൾ ഈ മുഹമ്മദ് അലി പറയുന്ന കാര്യങ്ങളും കൂടി ചേർത്ത് വരുമ്പോഴാണ് ഇത് താൻ അന്ന് തെളിവില്ലാത്ത കേസായി നിർത്തിയ ആ കേസ് തന്നെയാണ് എന്ന് സുഭാഷ് ബാബു ഓർക്കുന്നത്. അദ്ദേഹം ഈ അന്വേഷണ സംഘത്തിന് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇതിനോടൊപ്പം തന്നെ കൈമാറിയിട്ടുമുണ്ട്. അതോടൊപ്പം തന്നെ മുഹമ്മദ് അലി പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട പേരാണ് കഞ്ചാവ് ബാബുവിന്റേത്. ആ പേരും താൻ ഓർക്കുന്നു എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഈ മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തൽ ശരിയാണ് എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതാണ് ഇപ്പോൾ സുഭാഷ് ബാബുവിന്റെ വെളിപ്പെടുത്തൽ. എന്തായാലും ഇക്കാര്യത്തിൽ കൂടി ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം സജീവമായി പുരോഗമിക്കുകയാണ്. ശരി, നിഖിൽ പ്രമേഷ് കോഴിക്കോട്ട് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. എന്തായാലും പോലീസിനെ വല്ലാതെ ചുറ്റിക്കുന്ന ഒരു കേസായി ഇത് മാറുകയാണ്. വിവരശേഖരണം തുടരുന്നുണ്ട് പോലീസ്. ഒരു നിഗമനത്തിലേക്ക് വൈകാതെ എത്താൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം.